നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും BJPയും ഒന്നുവിടാതെ വേട്ടയാടുന്ന ഒരു മാഗസീനാണ് ദ വയർ. എന്നാൽ ഇപ്പോൾ അവർക്കൊരു 8ന്റെ പണിയാണ് കിട്ടിയിരിക്കുന്നത്. അതായത് ഇന്ത്യൻ വ്യവസായിയും പ്രമുഖ ക്രിക്കറ്റ് അഡ്മിനിസ്ട്രേറ്ററുമായ ജയ് ഷായ്ക്ക് മുൻപിൽ തലകുനിക്കേണ്ടി വന്നിരിക്കുകയാണ് ദ വയറിന്. എഡിറ്റർമാരായ സിദ്ധാർത്ഥ് വരദരാജനും MK വേണുവും മാനേജിംഗ് ഡയറക്ടറായ മെനോബ ഗുപ്തയും പബ്ലിക് എഡിറ്റർ പമേല ഫിലിപ്പോസും എല്ലാം ഇപ്പോൾ ജയ് ഷായ്ക്ക് മുൻപിൽ തലകുനിക്കേണ്ടി വന്നിരിക്കുകയാണ്. കാരണം ജയ് ഷായ്ക്കെതിരെ ദ വയർ മാഗസീനിലെ റിപ്പോർട്ടറായ രോഹിണി സിംഗ് ഒരു ലേഖനം എഴുതിയിരുന്നു. 2014 BJP അധികാരത്തിൽ വന്നതിന് ഒരു വർഷത്തിനുള്ളിൽ തന്നെ ജയ് ഷായുടെ ബിസിനസ് വരുമാനം പല മടങ്ങ് വർദ്ധിച്ചു എന്നായിരുന്നു ലേഖനത്തിലെ ആരോപണം. ഇതിനെതിരെ ജയ് ഷാ ക്രിമിനൽ അപകീർത്തി കുറ്റത്തിന് കേസ് നൽകി. ഒപ്പം 100 കോടി നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് സിവിൽ കോടതിയിൽ മറ്റൊരു കേസും അദ്ദേഹം നൽകിയിരുന്നു. അന്ന് കേസിൽ വാദം കേട്ട അരുൺ മിശ്ര ദ വയർ മാഗസീനെ എടുത്തിട്ട് കുടഞ്ഞു എന്ന് മാത്രമല്ല, ഒരു ആരോപണം ഉന്നയിക്കും മുൻപേ ആരോപണ വിധേയനെ കേൾക്കേണ്ടത് ധാർമ്മികത ആയിരുന്നു എന്നായിരുന്നു കോടതി കുറ്റപ്പെടുത്തിയത്. അതേപോലെ പത്രപ്രവർത്തന സ്വാതന്ത്ര്യം ഒരു വൺ വേ ട്രാഫിക് അല്ല എന്നും ഇത് മഞ്ഞപ്പത്ര പ്രവർത്തനം, അതായത് യെല്ലോ ജേർണലിസം ആണ് എന്നും കോടതി കുറ്റപ്പെടുത്തിയിരുന്നു. ജയ് ഷായുടെ വളർച്ചയുടെ പടവുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ 2013 ഗുജറാത്ത് ക്രിക്കറ്റ് അസോസിയേഷന്റെ ജോയിന്റ് സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. പിന്നീട് 2015 BCCIയുടെ ഫിനാൻസ് മാർക്കറ്റിംഗ് കമ്മിറ്റിയിൽ അംഗമായി. 5-അംഗ സമിതിയിലെ ഏറ്റവും പ്രായം കുറഞ്ഞ വ്യക്തിയായിരുന്നു അദ്ദേഹം. പിന്നീട് ജയ് ഷാ വീണ്ടും ഇതേ പദവിയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടു. 2019 അദ്ദേഹം BCCI സെക്രട്ടറിയായി മാറി. ഇന്ത്യൻ പ്രീമിയർ ലീഗ് BCCIക്ക് ഏറ്റവും മികച്ച ബ്രോഡ്കാസ്റ്റിംഗ് കരിയർ വാങ്ങി നൽകിയതിന് പിന്നിൽ ജയ് ഷായാണ്. 2022 ഇത് സംഭവിച്ചത്. 48,390 കോടി രൂപയ്ക്കാണ് BCCI ഈ ബ്രോഡ്കാസ്റ്റിംഗ് അവകാശം വിറ്റത്. 2021 ജയ് ഷാ ഏഷ്യൻ ക്രിക്കറ്റ് കൗൺസിൽ പ്രസിഡന്റായി നിയമിക്കപ്പെട്ടു. ജയ് ഷായുടെ ആകെ ആസ്തി എന്ന് പറയുന്നത് 124 കോടിയാണ്. വിവിധ ബിസിനസ് സംരംഭങ്ങളിൽ നിന്നും ക്രിക്കറ്റ് ഭരണ സമിതിയിലെ പദവികളിൽ നിന്നും ലഭിച്ചതാണ് ഈ വരുമാനം. BCCI സെക്രട്ടറി എന്ന നിലയിൽ അന്താരാഷ്ട്ര യോഗങ്ങൾ ഉണ്ടാകുമ്പോൾ ദിവസേന 84,000 രൂപയാണ് അദ്ദേഹത്തിന്റെ വരുമാനം. ഇന്റർനാഷണൽ ക്രിക്കറ്റ് കൗൺസിൽ അധ്യക്ഷനായി പോകുമ്പോൾ ഇതിനേക്കാൾ കൂടുതലായിരിക്കും അദ്ദേഹത്തിന്റെ വരുമാനം. BCCIയുടെ തലപ്പത്തേക്ക് പോകും മുൻപേ ജയ് ഷാ ടേബിൾ എന്റർപ്രൈസസ് എന്ന കമ്പനിയുടെ ഡയറക്ടറായിരുന്നു. കുസും ഫിൻസർവ് എന്ന കമ്പനിയിൽ 60% പങ്കാളിത്തം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഈ ബിസിനസ് സംരംഭങ്ങൾ അദ്ദേഹത്തിന്റെ വരുമാനത്തിന് മുഖ്യ ആധാരമായിരുന്നു. അദ്ദേഹത്തിന്റെ തന്ത്രപരമായ കാഴ്ചപ്പാടുകളും ബിസിനസ് ബുദ്ധിയുമാണ് അദ്ദേഹത്തെ ക്രിക്കറ്റ് ഭരണസമിതിയിലെ പ്രധാനമാക്കി മാറ്റിയത്. ഗുജറാത്തിലെ പോക്കറ്റിൽ നിന്നും അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിന്റെ തലപ്പത്തേക്ക് ഉയർന്നതിന് പിന്നിൽ ജയ് ഷായുടെ തന്ത്രപരമായ കാഴ്ചപ്പാടുകളും സമർപ്പണ ബുദ്ധിയും തന്നെയാണ്.